പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പറഞ്ഞു പോയാൽ പറ്റത്തില്ല. ഈ നിറവ് നിന്റെ അകത്തുണ്ടാകണം. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സഭാ രജിസ്ട്രി പേരുള്ളതല്ല, അവർക്കില്ലാത്തൊരാത്മനിറവ് നമ്മുടെ അകത്ത് ഉണ്ടാകണം. എത്ര പേര് അതിന് ആമീൻ പറയും? വേദപുസ്തക വെളിപ്പാടിൽ 3 നിറവ് ഒരു ദൈവവൈതന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. പലരുടെ അകത്ത് ഒരു പ്രശ്നമാണ്, ഒരു ശൂന്യത അകത്ത് ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ചിലർക്ക് പാടാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു നഷ്ടബോധം, എന്തോ ഒരു ശൂന്യത. കർത്താവേ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ? ആ ശൂന്യത പൊട്ടണമെങ്കിൽ നിന്റെ അകത്ത് ഈ ആത്മാവിൻ്റെ നിറവുണ്ടാകണം. ആത്മനിറവുള്ളവനെ ഏതു വലിയ കുരുക്കിൽ ചെന്ന് കയറിയാലും അവൻ ആത്മനിറവിനാൽ ആ കുരുക്കിനെ പൊട്ടിച്ച് പുറത്തു വന്നിരിക്കും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാം, ദൈവത്തിന് സ്തോത്രം, നീ കോടീശ്വരനായില്ലേലും പേടിക്കരുത്, നിന്റെ അകത്ത് ആത്മനിറവുണ്ടാകണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് ശിഷ്യന്മാരെ വിളിച്ചു അടുക്ക വരുത്തിയച്ച് എല്ലാവർക്കും ഓരോ ചെക്ക് ബുക്ക് കൊടുത്തെന്നാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ ആവശ്യം പോലെ ICSEയിലോ ആക്സസിലോ SBIയിലോ പോയി എഴുതിയെടുത്തോണം. ഞാൻ പോവുക, കുറച്ച് നാളത്തേക്ക് അപ്പോൾ ഒന്നും വർദ്ധിക്കത്തില്ല, കുറച്ച് നാളത്തേക്ക് ദൈവത്തിന് സ്തോത്രം മീനൊന്നും വർദ്ധിപ്പിച്ച് തരത്തില്ല, അതുകൊണ്ട് ഉള്ളതൊക്കെ കഴിച്ചോണം എന്നല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് കേട്ടോണം, നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കാതെ പോകരുത്. നിന്റെ എല്ലാ ഇല്ലായ്മകളെ മാറ്റുന്ന ഒന്നാണ് ഉയരത്തിലെ ശക്തി. ആത്മീക കോളത്ത് ഓലപ്പരെ കിടന്നവൻ മാർബിളിട്ട വീട്ടിൽ വന്നു. സ്തോത്രം. ഹെർക്കുലീസിന്റെ സൈക്കിളിൽ പോകുന്നവൻ ബെൻസ് ഓടിച്ച് നടക്കാൻ തുടങ്ങി. അതിനൊന്നും ഞാൻ എതിരല്ല, 2 ബെൻസ് വാങ്ങിച്ചിട്ടു. പക്ഷെ ചോദ്യം, നിന്റെ എല്ലാ സ്ഥിതിയും മാറിയിട്ടും നിന്റെ ആത്മീക സ്ഥിതി മാറിയിട്ടുണ്ടോ? എവിടെയാ? പിശാചിനറിയാം, നിന്റെ ആത്മീകത്തെ തകർത്താൽ നിനക്ക് എന്തു സമ്പത്ത് കിട്ടിയാലും സാത്താൻ ഒരു എതിരുമില്ല. പക്ഷെ നിന്റെ ആത്മീകം സൂക്ഷിച്ചാൽ അതാണ് നിന്റെ ലൈഫിന്റെ അനുഗ്രഹം. യേശുക്രിസ്തു പറയാ, ഞാൻ സ്വർഗത്തിൽ പോവുക, ദൈവത്തിന് സ്തോത്രം, എന്നെ ഏൽപ്പിച്ചാൽ അവിടുണ്ട് ചെയ്യാൻ. നിങ്ങളോട് ഞാൻ പറയാ, ഉയരത്തിലെ ശക്തി പ്രാപിച്ചിട്ടേ നിങ്ങൾ ഇവിടുന്ന് പോകാവൂ. സ്തോത്രം. അപ്പോസ്തലർ പ്രവൃത്തി 1:8 ആ ശക്തിയുടെ പ്രാധാന്യത എന്താണെന്ന് അപ്പോൾ വെളിപ്പെടുത്തി. ഈ ആത്മാവ് നിന്റെ മേൽ വരുമ്പം നിനക്ക് നിന്റേതല്ലാത്തൊരു ശക്തി കിട്ടും. ആ ശക്തി കിട്ടുമ്പം നിനക്ക് ചിലര് വരച്ച ബോർഡറുണ്ട്, ഇതിനപ്പുറത്തോട്ട് നീ പോകത്തില്ല. നിന്റെ വിദ്യാഭ്യാസം ഇത്രയേ ഉള്ളൂ, നിന്റെ കഴിവ് ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്ത് നിനക്കൊരു ഭാവിയില്ലെന്ന് ആര് വാദിച്ചാലും ആ ആത്മാവ് പറയാ, ഈ ശക്തി വരുമ്പോ അവര് വരച്ച ബൗണ്ടറി നീ പൊട്ടിക്കും. നീ ഭൂമിയുടെ അറ്റം വരെ, നിന്റെ രക്തബന്ധങ്ങളിൽ ആരും പോകാത്തതിന് റേഞ്ച് വരെ നിന്നെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ ശക്തി.